ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ബീഫ് വെച്ചിട്ടൊരു കിഡിലൻ ടേസ്റ്റുള്ളൊരു സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊരു കിഡിലൻ ടേസ്റ്റുള്ളൊരു ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പാത്രം കാലിയാവുന്ന വഴി അറിയില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും പിന്നെ കണ്ടതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാത്ത ബീഫ് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിയ പീസായിട്ട് തന്നെയാണ് ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളും. സാധാരണ നമ്മൾ ബീഫ് കറിക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നിങ്ങ് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 7-8 വിസിലിനനുസരിച്ചിട്ട് നമ്മൾ കുക്കറിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ബീഫും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ എനിക്ക് 8 വിസിലിന് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഷേപ്പൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറ്റി മറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളാവും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 8 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒരുപാട് കൂടുതലൊന്നുമില്ല, കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയൊന്നുമില്ലേ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്, മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിലുള്ളത് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലയും വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുക. വിനീഗർ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു പകുതി ജ്യൂസ് എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബീഫ് വേവിച്ചിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഈ സമയത്ത് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് കുറവുണ്ട് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. മിക്സാക്കി കൊടുത്തതിന് ശേഷം മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തണം. ബീഫിലേക്ക് നല്ല രീതിയിലൊന്ന് മസാല എത്തണം കേട്ടോ. അതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മിക്സാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കുറവുണ്ട് തോന്നുമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പുളിയൊക്കെ കുറവുണ്ട് തോന്നുകയാണെങ്കിലും വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് പുളി കൂടിപ്പോകരുത് കേട്ടോ. ബീഫായതുകൊണ്ട് ഒരുപാട് പുളി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. ഇനി ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കുക്കായി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുള്ള ബീഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ തന്നെയാണിത്. അപ്പോൾ ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പൊറോട്ടേൻ്റെ കൂട്ടിയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്.
അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് വെജിറ്റബിൾ കറീൻ്റെയൊക്കെ കൂടെ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ തന്നെയാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്തോളും. ഇനി ഞാൻ അവസാനമായിട്ട് കുറച്ച് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ബീഫിൻ്റെയൊക്കെ മസാലയും അതിൻ്റെ ഫ്ലേവറൊക്കെ പച്ചമുളകിലേക്കും കറിവേപ്പിലേക്കും ഇറങ്ങിയിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. നല്ല കിടിലൻ ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്